നമസ്കാരം. NIA പിടികൂടി 24 മാസം ജയിലിലിട്ടിരുന്ന് അവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്ന ഒരു തീവ്രവാദിയായ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സ്വന്തം കാറിൽ പോലീസ് ബോർഡ് വെച്ച് തലങ്ങും വിലങ്ങും യാത്ര ചെയ്തു എന്ന വിവരം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യത്തിൽ അത് നടന്നതാണ്. തിരുവനന്തപുരത്ത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലങ്ങും വിലങ്ങും പോകുന്നത് കൊണ്ട് എപ്പോഴും വളരെ പോലീസ് സുരക്ഷയുള്ള ഒരു പട്ടണമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്താണ് സാദിഖ് ബാഷ എന്ന് പറയുന്ന ഒരു തീവ്രവാദി, അതായത് IS-ഉമായിട്ട് അടുത്ത ബന്ധമുള്ളതും IS-ന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അത് NIA അയാളെ കണ്ടെത്തുന്നു. അയാളെ തമിഴ്നാട്ടിൽ വെച്ച് ഇയാളെ കണ്ടെത്തുകയും ഇയാളുടെ ടീമിനെ പോലീസ് പിടികൂടാൻ പോവുകയും പക്ഷേ അതിൽ നിന്നും പോലീസിനെ ഈ തോക്ക് ചൂണ്ടി രക്ഷപ്പെടുകയും ചെയ്തൊരു സംഭവമുണ്ട്. അത് ഞാൻ പറയാം. എന്തായാലും അയാൾ തിരുവനന്തപുരത്ത് ഇത്രയും പോലീസിന്റെ ബോർഡ് വെച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയും ഈ റോഡിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിലൂടെ പോയിട്ട് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗമോ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റോ ഒന്നും തന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നത് വളരെ അത്ഭുതമുണ്ടാക്കുന്നതാണ്. 2022 ഫെബ്രുവരിയിലാണ് മയിലാടുംതുറയ്ക്കടുത്തുള്ള നിഡൂരിൽ വെച്ച് സാദിഖ് ബാഷ, മുഹമ്മദ് ആഷിഖ്, ജബൽ അലി, റഹ്മത്ത്, കാരക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ തോക്കുചൂടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് റെയ്ഡ് ചെയ്താണ് പിന്നീട് അങ്ങ് ചേസ് ചെയ്താണ് പിന്നെ പിടികൂടിയത്. IS-ന് വേണ്ടി ധനസമാഹരണം നടത്തിയെന്ന പേരിൽ ഇയാളുടെ കേസ് കണ്ടെത്തുകയും പിന്നീട് NIA ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. സാദിഖ് ബാഷ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും IS-ന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. തുടർന്ന് 2022 സെപ്റ്റംബറിൽ സാദിഖ് ബാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ, അതായത് വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. 24 മാസം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സാദിഖ് പല തവണ വട്ടിയൂർക്കാവിൽ വന്നു പോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഈ നമ്മുടെ കേരള പോലീസിനെ കുറിച്ചും നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? പോലീസ് സ്റ്റിക്കർ പതിച്ച കാറിലായിരുന്നു ഇയാളുടെ യാത്ര. തിരുവനന്തപുരത്തും അതുപോലെ ചെന്നൈയിലെ മന്നാടുമാണ് സാദിഖ് ബാഷയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതെന്ന NIA കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇക്കാമ ഭാഷ എന്നും മയിലാടുംതുറൈ ബാച്ച എന്നും എല്ലാം അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സാദിഖ് ബാഷ. തമിഴ്നാട് കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചതെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇവർ IS-ന് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ അടക്കം റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിരുന്നു ഇവരെന്നും 3 സംഘടനകൾ രൂപീകരിച്ച് ഇവർ IS പ്രചരണം നടത്തിയിരുന്നുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിലെ IS പ്രവർത്തകരുമായി സംഘം ബന്ധപ്പെട്ടെന്ന് NIA കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുമുണ്ട്. ശ്രീലങ്കയിലെ ATJ എന്ന സംഘടനയുമായി ബാച്ചയ്ക്ക് ബന്ധമുണ്ട്. ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ യുവാക്കളെ IS-ലേക്ക് അൽ ഖ്വയ്ദയിലേക്കുമൊക്കെ റിക്രൂട്ട് ചെയ്യലായിരുന്നു ഇവരുടെ പ്രത്യേക പരിപാടികളും. ഇതായിരുന്നു അവരുടെ പ്രധാന ജോലിയും. ഇതിന് തിരുവനന്തപുരം ഗൂഢാലോചന കേന്ദ്രമാക്കിയിരുന്നു ഇവർ. ഹിന്ദു നേതാവിനെ വകവരുത്തി കേരളത്തെ കലാപഭൂമിയാക്കാനായിരുന്നു ആ ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരനെ അടക്കമുള്ളവർ ഭാഷയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്രതിയാണ്, ഇത്രയും ഗുരുതരമായ ഒരു പ്രതിയാണ് തിരുവനന്തപുരത്ത് നിരന്തരം വന്നതും എത്തിപ്പോയതും. എന്നിട്ട് നമ്മുടെ പോലീസോ നമ്മുടെ ആഭ്യന്തര വകുപ്പോ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗമോ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതുകൂടി അവസാനം ഞാൻ പറയാം. ഇയാളുടെ ഭാര്യ വീടുമായിട്ടൊന്ന് പിണങ്ങി. അങ്ങനെ ഭാര്യ വീടുമായിട്ട് പിണങ്ങിയപ്പോൾ ഒത്തുതീർപ്പ് ഒരു സംഭാഷണത്തിനായിട്ട് ഇയാളെ വിളിച്ചു വരുത്തി. ജാമ്യത്തിലാണല്ലോ വിളിച്ചു വരുത്തി. അത് അവിടുത്തെ മസ്ജിദും കൂടെ പള്ളി ഭാരായികളാണ് വിളിച്ചു വരുത്തിയത്. അങ്ങനെ പള്ളിയിൽ വെച്ച് ഭാര്യയുടെ ബന്ധുക്കളും ഇയാളും പള്ളിക്കാരും കൂടെ ഇരുന്നു കൊണ്ട് ഒരു ചർച്ച നടത്തി വന്നപ്പോൾ ചർച്ചയിൽ തർക്കം വന്നു. അങ്ങനെ തർക്കം കൂടിയപ്പോൾ പിന്നെ വലിയ ബഹളമായി, ഇയാൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പോലീസിന് ഈ വിവരം അറിയുന്നു. അങ്ങനെ പോലീസ് വന്നപ്പോഴാണ് ഈ സാദിഖ് ബാഷയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അയാളെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി തർക്കമായതുകൊണ്ട്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഇയാൾ വന്ന കാറിൽ പോലീസിനെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് അയാളെ പിടികൂടുന്നത്.